എൻ്റെ ഓണം സീരീസിലെ ആദ്യത്തെ ഐറ്റം ഇഞ്ചി അച്ചാറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇഞ്ചി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല നൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളും നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഏത് അച്ചാർ ഉണ്ടാക്കിയിരുന്നാലും നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. വേറെ ഏത് ഓയിലായിരുന്നാലും അച്ചാറിന് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നല്ലെണ്ണ തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇഞ്ചി ഇട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5-6 സ്പൂൺ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് അളവ് ഞാൻ പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒഴിച്ചു, അത്ര തന്നെ. ഒരു 5-6 സ്പൂൺ ഓയിൽ വരും. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി അച്ചാർ വെക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി അതായത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അത്രയും ഇതിൽ അത്രയും ടൈം എടുക്കും. ഒരു 10-15 മിനിറ്റ് വേണം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളത് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സദ്യയിലെ തന്നെ ആദ്യത്തെ ഐറ്റം തന്നെ ഇഞ്ചിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇഞ്ചിയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നമുക്ക് തുടർന്നും അങ്ങോട്ട് വേണം. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ സമയം നമ്മുടെ ഇഞ്ചി അവിടെ അടുപ്പിലിരിപ്പുണ്ട്. ആ സമയം നമുക്ക് കുറച്ച് പുളി, അതായത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇളം ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് ഇട്ട് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അതിൻ്റെ ഒരു പുളിവെള്ളം നമുക്ക് വേണം. നല്ല മാക്സിമം ജ്യൂസ് പിഴിഞ്ഞെടുക്കണം അതിൽ നിന്ന്. അപ്പോൾ ഞാനതവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചി ഇവിടെ നന്നായിട്ട് മൂത്ത് വറുത്ത് ഇവിടെ എൻ്റെ മോള് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് അവളെല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു വേറൊരു ബൗളിലോട്ട് മാറ്റാം. കണ്ടില്ലേ, ഒരു വലിയ ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ അതിൻ്റെ 1/4 ഭാഗം പോലും ഇല്ല, വളരെ കുറച്ചേ കാണുള്ളൂ. അപ്പോൾ ഇനി ഓയിലെല്ലാം നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച ഓയിൽ ഏകദേശം ഒരല്പേ കുറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒരു പാൻ എടുക്കുക. ഒരു ഇച്ചിരി കുഴിവുള്ളൊരു പാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലോട്ട് നമ്മുടെ ബാക്കി വന്ന ഓയിലുണ്ടല്ലോ, അത് തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് കളയേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിപ്പോൾ തന്നെ വറുത്തെടുത്തതാണല്ലോ. അതുകൊണ്ട് ആ എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം. അപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 സ്പൂൺ കടുക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കി പൊടികളൊക്കെ ഇടുന്നത്. പൊടി എന്ന് പറയുമ്പോൾ 1.25 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതായത് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതായതുകൊണ്ട് 1.25 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ മതിയാവും. ഇതിനിപ്പോൾ എരിവ് അധികം ഇല്ല. എൻ്റെ മുളകിൽ കാശ്മീരി ചില്ലിയുടെ ചേർത്തത് കാരണം നല്ലൊരു എരിവ് കുറഞ്ഞിട്ട് ഇത്തിരി നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളറും കിട്ടും, നല്ലൊരു കളറും കിട്ടും കാശ്മീരി ചില്ലിയുടെ ചേർത്തത് കാരണം. അപ്പോൾ അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി.
അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. മല്ലി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉലുവപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ എടുക്കരുത്, അതിനും താഴെ എടുത്താൽ മതിയാവും. പിന്നെ ഒരല്പം കായം കൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായവും ഒരു 1/4 ടീസ്പൂണിന് താഴെ, ഏകദേശം പറഞ്ഞാൽ 2-3 പിഞ്ച് അത്രയും മതിയാവും. കായം ഒന്നും കൂടാൻ പാടില്ല, കായവും ഉലുവയും കൂടാൻ പാടില്ല, എങ്കിൽ അത് കയ്പ്പുണ്ടാവും അതിലോട്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളെല്ലാം ഇട്ടത്. ഇനി നമുക്ക് സ്റ്റൗ വേണമെങ്കിൽ ഓൺ ചെയ്യാം. വേണമെങ്കിൽ നല്ല സ്റ്റൗ നമ്മൾ ഓൺ ചെയ്യണം, പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കണം. അപ്പോൾ ആ പുളിയുടെ ഇതുണ്ടല്ലോ, അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി വന്നാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കേണ്ടി വരും. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഒരു ഇതിൽ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ലൂസായിരിക്കും, നമ്മൾ എന്താ പറയേണ്ടത്, നല്ലൊരു സാമ്പാറിനൊക്കെ പോലെ ഒരു കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ വയ്ക്കണം. അതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ, ഇത് ഇഞ്ചിയാണ്, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇഞ്ചി. അതായത് ഒരു 2-3 സ്പൂൺ കാണുമായിരിക്കും, അത്രേ കാണത്തുള്ളൂ നമ്മുടെ ഇഞ്ചി. അതൊന്ന് പൊടിച്ചെടുക്കണം, വെള്ളം ഒന്നും തൊടാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ആ പൊടിച്ച പൊടിയാണ് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മിക്സിയുടെ ഒരു ഇതുകൂടെ ശകലം കൂടെ അല്പം കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ലൂസായിരിക്കണം. പിന്നെ ഈ സമയത്ത് ഞാൻ ഒരു കഷ്ണം, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ശർക്കര കൂടെ ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ ഇനി നല്ലവണ്ണം തിളച്ച് വരണം. നല്ലതായിരുന്നു, കണ്ടല്ലോ നിങ്ങളെല്ലാവരും. അപ്പോൾ ഇത് നല്ലൊരു കളറിൽ നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു ഡാർക്കായിട്ടുള്ള ഒരു ഇഞ്ചി അച്ചാറാണിത്. നല്ല ടേസ്റ്റിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അധികം കയ്പൊന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ശർക്കര കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ മെത്തേഡിൽ തന്നെ ഇഞ്ചി അച്ചാർ ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസുണ്ട്, പക്ഷേ ഇത് ചൂടാറി നല്ല തണുത്ത് വരുമ്പോൾ നല്ല ഇലയിൽ വിളമ്പാനായിട്ട് നമുക്ക് തൊട്ട് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറായിട്ട് കിട്ടും. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെന്താ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ ഇനി തുടർന്നും ഞാൻ അടുത്ത വീഡിയോ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ബാക്കി ഓണ റെസിപ്പിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ നമ്മുടെ ഇഞ്ചി അച്ചാർ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ആക്കി സൂക്ഷിക്കുക. പുറത്ത് വെച്ചേക്കാം, കുഴപ്പമില്ല. അഥവാ നമുക്ക് കേടാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കുക. വളരെ കുറച്ചേ ഉള്ളൂ, അത് ഫ്രിഡ്ജിൽ വയ്ക്കാനൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് ഓണത്തിന് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.